56 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ. ദാവീദാണ് ഈ സങ്കീർത്തനം ചമയ്ക്കുന്നത്. ദാവീദ് പറയുകയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നത് ഞാൻ കാണുകയാണ്. ആമീൻ. ഒന്ന് ഞാൻ അറിയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം. ഒറ്റയ്ക്ക് ചില വെല്ലുവിളികളെ ഈ ദിവസങ്ങളിൽ ജയിക്കാൻ പോവാം. ജീസസ് അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തേ. ഒറ്റയ്ക്ക് വെല്ലുവിളിയെ ജയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചേ. ഓ ഹല്ലേലൂയ. എനിക്കിന്ന് ദൈവം തരുന്ന ദൂത് ചിലതൊക്കെ ഓടിപ്പോകാൻ പോകുകയാണ്. ശൗല് ഈ വാർത്ത മിനിറ്റ് കൊണ്ട്, എനിക്ക് ഈ പടക്കളത്തിലുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഇങ്ങനെയുള്ള വാർത്തയൊന്നും പെട്ടെന്ന് രാജാവിൻ്റെ അടുക്കൽ എത്തത്തില്ല. എന്നാൽ പെട്ടെന്ന് എത്തുന്ന വാർത്തകൾ വേറെ ഒത്തിരി ഉണ്ട്. അത് നിങ്ങൾക്കറിയാലോ. മിണ്ടുന്നില്ല. ഈ വാർത്തയൊന്നും ശൗല് ദാവീദിനെ വരുത്തി. എന്താ? എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഈ അഭിഷേകമുള്ളവന് സാക്ഷ്യമുണ്ട്, അഭിഷേകം ഇല്ലാത്തവന് ഒരു സാക്ഷ്യമില്ല. ഞാന് ആരോടാ പറഞ്ഞു? ഇസ്രായേലിന്റെ. ഞാന് അപ്പച്ചൻ്റെ ആടിനെ തീറ്റിക്കൊണ്ട് നിൽക്കുമ്പോൾ അപ്പച്ചൻ്റെ ആടിനെ പിടിക്കാൻ ഒരു സിംഹം വന്നു. അപ്പച്ചൻ്റെ ആടിനെ പിടിക്കാൻ വന്ന സിംഹത്തെ ഞാൻ അടിച്ച് കൊന്ന ആടും കൂടിയെ വിടിവിച്ച് ആരോഗ്യത്തോടെ ആടിനെ അപ്പച്ചൻ്റെ കൈ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കരടിയുടെ അവനെ ഞാൻ അടിച്ചു. ഇതെല്ലാം കണ്ടപ്പം ശൗല് പറഞ്ഞു, ആള് ചെറുതാണേലും വലിയ കാര്യമൊക്കെയാ പറയുന്നു. ചില പറയത്തില്ല, എടാ പ്രായത്തിന് വർത്താനം പറഞ്ഞാൽ മതി. ചില പിള്ളേർ വർത്താനം, എടാ 50കാരൻ്റെ വർത്താനം എന്നല്ലേ പറയുന്നത്, 18 വയസ്സേ ഉള്ളല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. നിങ്ങൾ ചേട്ടന്മാരെ വിളിച്ചു ചോദിച്ചാൽ എന്നാ പറയുന്നു? ഇവനെ അയ്യോ വീടിന് നാണം കെടുത്താനാ, ഇറക്കല്ലേ. ശൗലിനെ പടയം കേട്ടേച്ച് 2 സ്റ്റെപ്പ് വെച്ച് ദാവീദും എന്ന് പറഞ്ഞ്, ഓ ശീലമില്ലെന്ന് പറഞ്ഞു. ശീലമില്ലാത്ത ഒന്നും ശീലിക്കണ്ട. അവൻ തൻ്റെ ജീസസ് കമണയും വടിയൊക്കെ എടുത്ത് ഇടയസഞ്ചിയും പൊക്കണമൊക്കെ എടുത്ത് അവൻ നേരെ ശത്രുവിന് നേരെ ചെല്ലുക. അപ്പൊ ശത്രു ചോദിക്കുക, ഞാൻ എന്നാടാ നായാണോ? ഗത്യനായ ഗോല്യാത്ത് ആയുസ്സിലൊരു സത്യം പറഞ്ഞു. അവൻ നായാണെന്നുള്ള സത്യം സത്യച്ചു കേൾക്കാം. പണ്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു പദം ഞാൻ കടമെടുത്ത് പറയുക, സ്തോത്രം സ്തോത്രം. സിംഹത്തിന്റെ ഗുഹയെ കിടന്ന് ദാനിയേലിനെ വിളിച്ചു ചോദിച്ചാൽ, ദാനിയേലെ ആ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? പൂച്ചക്കുട്ടിയുടെ കിടക്കുന്ന പോലെ തോന്നി. ചെങ്കടല് മുറിച്ചു കടന്ന അയ്യോ മോശയുടെ മോശ എങ്ങനെ ഉണ്ടായിരുന്നു? അരുവി കിടക്കുന്ന പോലെ തോന്നി. ശത്രുവിനെ വലുതായി കാണുന്നെങ്കിൽ നിന്റെ ദൈവം നിന്റെ മനസ്സിൽ ചെറുതാ. നിന്റെ ദൈവത്തെ വലുതായി കണ്ടാൽ ശത്രു നിന്റെ മനസ്സിൽ ചെറുതാ. ഒരാമയും വരുന്നില്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ ദൈവത്തെ വലുതായി കാണണമെന്ന് പറ.